Shri Krishna Chaitanya Prabhu Nityananda Advaita Gadadhara Srivajayabhu Bhaktavrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Jaya Krishna Balaram Jaya Krishna Balaram Krishna Balaram Jaya Krishna Balaram Jaya Gauranitai Jaya Gauranitai Gauranitai Jaya Gauranitai Nitai Gaura Hari Bol Hari Bol Bol Nitai Gaura Hari Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Hari Om Talsa. हरे कृष्ण प्रभु जी। Hare Krishna. Hare Krishna Project. ധന്യവാദം. ഇന്ന് നമ്മള് ശ്രീമദ് ഭഗവത് ഗീത യഥാരൂപം അധ്യായം 9 ശ്ലോകം 11. അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യ യോഗം ശ്ലോകം 11. അവജാനന്തി മാമൂഢ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. അവജാനന്തി മാമൂഢ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. അവജാനന്തി മാമൂഢ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാ. ശില പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം. ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ സാധാരണ മനുഷ്യനായി കരുതാൻ പാടില്ലെന്ന് മുൻ ശ്ലോകങ്ങളുടെ വിശദീകരണങ്ങൾ തെളിവാക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാൻ വെറുമൊരു മനുഷ്യനാകാൻ വയ്യ. എങ്കിലും കൃഷ്ണനെ കരുത്തേറിയ ഒരു മനുഷ്യനെന്ന് മാത്രം കരുതുന്ന മൂഢന്മാർ പലരുമുണ്ട്. ഈശ്വര പരമ കൃഷ്ണ പരംപുരുഷനും ആദിഭുമാനുമായ ഭഗവാനാണ് കൃഷ്ണൻ. ഈശ്വരൻ പലരുണ്ട്, നിയന്താക്കളാണ്. ഒരാൾക്ക് മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് തോന്നാം. സാധാരണ ലൗകിക കാര്യങ്ങളുടെ നിർവഹണത്തിന് ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് മേലധികാരിയായി ഒരു സെക്രട്ടറിയും സെക്രട്ടറിക്കും ഉപരി ഒരു മന്ത്രിയും അദ്ദേഹത്തിന് നിയന്താവായി പ്രസിഡന്റും ഉണ്ട്. ഇവരെല്ലാം നിയന്താക്കൾ തന്നെ. ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കുന്നു. പരമാധികാരി കൃഷ്ണനാണെന്ന് ബ്രഹ്മസംഹിത പറയും. ഭൗതികവും ആത്മീയവുമായ രണ്ട് ലോകങ്ങളിലും നിയന്താക്കളായി പലരുമുണ്ടെന്നതിന് സംശയമുണ്ട്. എന്നാൽ കൃഷ്ണനാണ് പരമാധികാരി. ഈശ്വര പരമ കൃഷ്ണ. അദ്ദേഹത്തിന്റെ ശരീരം ഭൗതികമല്ല, സച്ചിദാനന്ദമായ. മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ച ആശ്ചര്യകരമായ കർമ്മങ്ങൾ ഭൗതിക ശരീരം കൊണ്ട് ചെയ്യുന്നവയല്ല, ശാശ്വതവും ആനന്ദമയവും വിജ്ഞാനമയവുമാണ്. കൃഷ്ണന്റെ ശരീരം സാധാരണ മനുഷ്യനെങ്കിലും അങ്ങനെയാണെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തെ മൂഢന്മാർ നിന്ദിക്കുന്നു. മാനുഷ്യം തനുമാശ്രം എന്ന ഇവിടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അദ്ദേഹം അർജുനന്റെ സഖാവായും കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യതന്ത്രജ്ഞനായും മനുഷ്യരെ പോലെ അഭിനയിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ആ ശരീരം സച്ചിദാനന്ദമയമാണ്. സച്ചിദാനന്ദ രൂപമായ കൃഷ്ണനായ എന്ന വേദസൂക്തം സച്ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. വേറെയുമുണ്ട് വേദസൂക്തങ്ങൾ. തമേകം ഗോവിന്ദം. ഇന്ദ്രിയങ്ങൾക്കും പശുക്കൾക്കും ആനന്ദമരുളുന്ന ഗോവിന്ദനത്രേ.
സച്ചിദാനന്ദ വിഗ്രഹം. അങ്ങയുടെ അതീന്ദ്രിയാകാരം സച്ചിദാനന്ദമയമാണ്. ഭഗവാൻ കൃഷ്ണന്റെ ആനന്ദമയവും ജ്ഞാനമയവുമായ ശരീരത്തിന്റെ അതീന്ദ്രിയ ഗുണങ്ങളെക്കുറിച്ച് അറിയാതെ പല പണ്ഡിതന്മാരും ഗീതാ ഭാഷ്യകർത്താക്കളും കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനെന്ന് കരുതി പുച്ഛിക്കുന്നു. മുൻ ജന്മത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് ഒരാൾ ഒരു സാധാരണ പണ്ഡിതനാവാം. എങ്കിലും കൃഷ്ണനെ കുറിച്ച് അദ്ദേഹത്തിനുള്ള ഈ ധാരണ അറിവില്ലായ്മയിൽ നിന്നുള്ളതായത്. അതുകൊണ്ട് അയാൾ മൂഢൻ തന്നെ. കൃഷ്ണനെ വെറും ഒരു മനുഷ്യൻ എന്ന് കണക്കാക്കാൻ മൂഢന് മാത്രമേ കഴിയൂ. ഭഗവാന്റെയും അവിടുത്തെ വ്യത്യസ്ത ശക്തികളുടെയും പ്രവർത്തനം അതീവ രഹസ്യമാകയാലാണ് മൂഢന്മാർ കൃഷ്ണനെ സാധാരണ മനുഷ്യനായി കരുതുന്നത്. സത്, ചിത്, ആനന്ദം എന്നിവയുടെ പ്രതീകമാണ് കൃഷ്ണന്റെ ദിവ്യ ശരീരമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എല്ലാറ്റിന്റെയും ഉടമയായ അദ്ദേഹത്തിന് ആർക്കു വേണമെങ്കിലും മുക്തി നൽകാൻ കഴിയുമെന്ന് അവർ അറിയുന്നില്ല. കൃഷ്ണന്റെ ഈ വിധത്തിലുള്ള അതീന്ദ്രിയ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ട് ആണ് അവർ അദ്ദേഹത്തെ പുച്ഛിക്കുന്നത്. അല്ലെ, വളരെ നീളം കൂടിയ ഒരു ഭാവാർത്ഥമാണ് പ്രഭുപാദ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കാരണം പ്രഭുപാദർക്ക് ഇത് എത്ര എഴുതിയാലും മതിയാവില്ല. കാരണം നമ്മളോടൊക്കെ എത്ര പറഞ്ഞിട്ടും വീണ്ടും നമ്മൾ ഭഗവാനെ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഭാവാർത്ഥം ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രഭുപാദ് എഴുതിയത്. അങ്ങനെയെങ്കിലും ഈ മണ്ടന്മാര് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓം അജ്ഞാനത്തിമിരന്തസ്യ ജനാഞ്ജനാശലാക്കയ ചക്ഷുരന്മേലസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസായ ഭൂതലി ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നമനെ. നമസ്തേ സരസ്വതി ഗൗരി വാണി പ്രചാരണ വിശ്വസുഷ പാശ്ചാത്യ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്വാസ ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും തന്നെ ഒരുപാട് പ്രാവശ്യം, കുറഞ്ഞത് ഒരു 10 പ്രാവശ്യങ്ങളിൽ ഈ ശ്ലോകം കേട്ടിട്ടുണ്ടാവും. അതിന്റെ കാര്യങ്ങൾ ശ്രവിച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും നമുക്ക് കുറേ കാര്യങ്ങൾ കൂടെ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഭഗവാൻ തന്നെ ഇത് ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല ശ്ലോകങ്ങളിൽ. അല്ലെ, എന്തിനാണ്? നമ്മൾ മണ്ടന്മാരായതുകൊണ്ടാണ്, നമ്മൾ മൂഢന്മാരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നത് മാ മൂഢ അവജാനന്തി മാ മൂഢ. അല്ലെ, മനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്തോ മമ ഭൂത മഹേശ്വർ. അതിനാൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു മൂഢ എന്നാൽ മൃഗത്തെ പോലെ, അല്ലെങ്കിൽ മൃഗത്തേക്കാൾ കുറവാണെന്ന്, അല്ലെ, എന്ന് വേണം വിചാരിക്കുന്നു. ഒരു കഴുത, അവനെ മൂഢ എന്ന് വിളിക്കുന്നു. അങ്ങനെ അവജാനന്തി എന്നാൽ പരിഹസിക്കുക, എന്നെ പരിഹസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തിയും ഒന്നുകിൽ ഒരു ഭ്രാന്തനോ മണ്ടനോ ആയിരിക്കണം. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തിയും, നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാരണവുമില്ല. എല്ലാ കാരണവുമുണ്ട്. പണ്ടൊക്കെ ഒരു ഗ്രഹത്തിലാണ് അസുരന്മാരുണ്ടായിരുന്നത്. അല്ലെ, ഒരു ഗ്രഹത്തിൽ അസുരന്മാരും ഒരു ഗ്രഹത്തിൽ ദേവന്മാരും, അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിലെ ഭക്തന്മാരും ഒരു ഗ്രഹത്തിലെ അല്ലെ അഭക്തന്മാർ. അങ്ങനെയായിരുന്നു. പിന്നീട് അത് എല്ലാം കൂടെ ഒരു രാജ്യത്തായി, പാണ്ഡവരും കൗരവരുമായി. അല്ലെ, അവർ തമ്മിൽ അടി തുടങ്ങി. കുറെ കൂടെ കഴിഞ്ഞപ്പോ ഇതെല്ലാം ഒരു വീട്ടിനകത്തായി. ഇപ്പൊ തന്നെ നമ്മൾ എത്രയോ പേര് അല്ലെ ഇത് കേട്ടു, നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ശ്രമിക്കാനായിട്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ എത്ര പേര് കിടന്നുറങ്ങുണ്ടാവും? അല്ലെ, നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ എവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അല്ലെ, അവരെയാണ് ഭഗവാൻ ഇവിടെ മൂഢ എന്ന് വിളിക്കുന്നത്. ഒരു മൂഢന്മാരാണ്. അവര് കിട്ടിയ അവസരം അവർ പാഴാക്കി കളയുക. അല്ലെ, അത് ഉപയോഗിപ്പിക്കുന്നു. അല്ലെ, ശുഷ്കാന്തിയോടുകൂടി എഫക്റ്റീവായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. ഭഗവാൻ തന്നെ ഒരു ജന്മമാണ്, അല്ലെ, മനുഷ്യജന്മം. അത് നമ്മൾ വെറുതെ കളയുകയാണല്ലോ, പാഴായി കളയാണല്ലോ. അതുകൊണ്ടാണ് അവരെയൊക്കെ നോക്കിയിട്ട് ഭഗവാൻ വിളിച്ചത് മൂഢന്മാരാണ്, അല്ലെ, ബുദ്ധിയില്ലാത്തവരാണ്. അല്ലെ, എല്ലാരും പറയും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ആരാണ് നിങ്ങൾക്ക് ഈ അധികാരം നൽകിയതെന്ന് കരുതുക. അല്ലെ, ആരാണ് നിങ്ങൾക്ക് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനുള്ള ശക്തി തന്നത്, അധികാരം തന്നത്?
അല്ലെ? എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ നമുക്ക് സംസാരിക്കാൻ കഴിയും. സ്ഥലം നിലച്ചു, അല്ലെ? എല്ലാം നിലച്ചു, അല്ലെ? നമ്മളിപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ സംസാരം തന്നെ അങ്ങ് നിലച്ചു പോകും, അല്ലെ? പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ക്ലോസ്ഡ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ നമ്മൾ ധൈര്യപ്പെടും. ഈ സംസാരശേഷി ആരാണ് നമുക്ക് തന്നത്? അല്ലേ? നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആരാണ് എനിക്ക് അധികാരം തന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ സംസാരിക്കുന്ന ശക്തി കല്ലിൽ നിന്ന് താനേ ഉണ്ടായതാണെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ശരീരം കല്ല് പോലെ നല്ലതാണ്. പരമോന്നത അധികാരം സംസാരിക്കുന്ന ശക്തി പിൻവലിച്ചാൽ ഉടൻ നമ്മൾ ഈ ശരീരം കല്ല് പോലെയാണ്. നമ്മുടെ ഈ ശരീരം കല്ല് പോലെയാവും, അല്ലേ? ഭഗവാൻ ആയിട്ട് തന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്, പരമാത്മാവായിട്ട്, അല്ലെങ്കിൽ ആത്മാവായിട്ട്, അല്ലേ? അതിനെ എടുത്ത് ദൂരെ ഭഗവാൻ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഈ ശരീരം കല്ലായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലെ? അത് ഈ മൂഢന്മാർ ആലോചിക്കുന്നില്ല. ഉം. എന്താണ് ശരീരത്തിന്റെ അർത്ഥം? അപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ നിഷേധിക്കുന്ന സംസാരശേഷി ആരാണ് നമുക്ക് തന്നത്, അല്ലെ? അതിനുള്ള ശക്തി തന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതിനാൽ നിരീശ്വരവാദിയോ അവിശ്വാസിയോ അവനൊരു ഒന്നാന്തരം വിഡ്ഢിയായിരിക്കണം. ദൈവത്തിന്റെ അസ്തിത്വം നിഷേധിക്കാൻ മറ്റൊരു കാരണവുമില്ല. നമുക്ക് സംസാരിക്കാൻ ആരാണ് അധികാരം നൽകിയത്? ആരാണ് നമുക്ക് ഈ അധികാരം പിൻവലിച്ചതെങ്കിൽ നമ്മുടെ മൂല്യം എന്താണ്? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ അഭിമാനിക്കാൻ കഴിയും? നമുക്ക് എല്ലാം നൽകുന്ന ഏറ്റവും വലിയ അധികാരമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ സംസാരശേഷി, അല്ലെ? ആ ശക്തി, സംസാരശക്തി. ഇവിടെ ഒത്തിരി നാസ്തികരെ നമുക്ക് കാണാൻ പറ്റും. അതായത് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ. പക്ഷെ അവരൊക്കെ എവിടെയൊക്കെയോ രഹസ്യമായിട്ട് പതുങ്ങിയൊക്കെ, ഒളിച്ചും പതുങ്ങിയൊക്കെ അവർ ഭഗവാനെ ധ്യാനിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. വെളിയിൽ നമ്മളെ ഫ്രണ്ടിൽ വരുമ്പോൾ അവര് ഘോരം പ്രസംഗിക്കും. വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക്, ഈ സമയത്ത് വേറെ നിങ്ങൾ ചെയ്തെങ്കിൽ, അല്ലെ? ഒരു വാഴവട്ട് വെച്ചെങ്കിലോ എന്നൊക്കെ പറയും നമ്മളോട്. പക്ഷെ അവരുടെ ഉള്ളിലും ആരുണ്ടാവും? ഒരു ചെറിയ ഒരു 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 എന്താണ്, ഒരു വിശ്വാസം ഉണ്ടാവും, അല്ലെ? അതുകൊണ്ടാണ് ഈ ജീവിതകാലം മുഴുവൻ ഈശ്വരനില്ലാന്ന് തെളിയിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ച ആൾക്കാര് അവസാന സമയത്ത്, അല്ലെ, ശ്വാസം പോലും വിടാൻ പറ്റാതെ ഇങ്ങനെ ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന അവസരത്തിൽ, മരിച്ചിട്ടില്ല, അതിനു മുമ്പേ തീർച്ചയായിട്ടും അവർ ഭഗവാൻ കാണുന്നുണ്ടാവും. ഭഗവാനോട് പറയുന്നുണ്ടാവും, എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ, ഞാൻ തെറ്റ് ചെയ്തു പോയി, പറ്റിപ്പോയി, എന്നിട്ട് ആരും പറഞ്ഞു തന്നില്ല എന്നാണ് പറയും, അല്ലെ? അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് പറയും. അവസാനം അവർ വിളിച്ചേ പറ്റുള്ളൂ. എത്രയോ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്രയൊക്കെ ഭയങ്കര രൂക്ഷമായി വിമർശിക്കുന്ന ആൾക്കാർ എല്ലാവരും ഭക്തരായി മാറിയിട്ടുണ്ട് അവസാന നിമിഷത്തിൽ, അല്ലെ? ഒരു ജീവിച്ചിരിക്കുമ്പോൾ സംസാരശേഷിയുള്ളപ്പോ അല്ലെങ്കിൽ ബോധമുള്ളപ്പോ അവർക്ക് മറ്റുള്ളവരോട് മുമ്പിൽ എന്താവും എന്നുള്ള ഒരു 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 വൈക്ലഭ്യം. അതുകൊണ്ടാണ് അവര് മടിച്ചു നിൽക്കുന്നത്. നേരെ മറിച്ച് അവരുടെയൊക്കെ ഉള്ളിൽ, കാരണം നമുക്ക് ആരെയും ഭക്തന്മാരാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മളെല്ലാവരും ഭക്തന്മാരാണ്, ഉള്ളിലുണ്ട്, അല്ലെ? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഊതി കത്തിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ അതിനുള്ള പ്രോത്സാഹനം ചെയ്യുക, അതിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ആരെയും നമുക്ക് ഒരു ഭക്തനാക്കാൻ പറ്റില്ല. കാര്യം അവർ ഓൾറെഡി ഭക്തന്മാരാണ്. എന്താ പറയാ, അങ്ങനെ കാര്യം പറയാൻ കാര്യം എന്താണ്? നമ്മൾ എല്ലാവരും ഗോലോക വൃന്ദാവനത്തില് ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നവരാണ്. ഈ പറയുന്ന ആൾക്കാരും, അല്ലെ, ഈ നിരീശ്വരവാദിയായിട്ടുള്ള ആൾക്കാരും നമ്മളോടൊപ്പം ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നവരാണ്, അല്ലെ? നമുക്കും അവർക്കും ഒരു ഇച്ചിരി അസൂയ ഭഗവാനിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പടവൊന്ന് താഴെ നമ്മൾ ഭൂമിയിലേക്ക് പതിച്ചത്, അല്ലെ? ഭൂമിയിൽ പോയി നിങ്ങൾ രാജാവായി ജയിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇനി പറഞ്ഞു വിട്ടതാ. എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി, എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടതാ. നമ്മളിവിടെ കോടാനുകോടി ജന്മങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുവാണ്, അല്ലേ? ഉം. അപ്പൊ അതുകൊണ്ട് കൃഷ്ണാബോധമുള്ള വ്യക്തിക്ക് അറിയാം, എല്ലാം എനിക്ക് ലഭിച്ചതെല്ലാം അത് എന്റേതല്ല, എന്റെ നിയന്ത്രണത്തിലാണ്, അല്ലെ? എന്റെ നിയന്ത്രണം, കൺട്രോളർ വ്യത്യസ്തനാണ്. ഇതൊക്കെ വേറെ ആരും കൺട്രോൾ ചെയ്യുന്നതാണ് കൃഷ്ണാബോധമുള്ള ഒരു കാര്യം, അല്ലെ? ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, അതെല്ലാം വേറെ ആരുടെയോ, നമ്മളത് ഉപയോഗിക്കുന്നു, അല്ലെ? നമ്മളിപ്പോ സംസാരിക്കുന്നു, ഇതെന്റെ കൈയാണ്, ഇതെന്റെ കാലാണ്, ഇതെന്റെ ജോലിയാണ്, ഞാൻ ഇത്രയും ശക്തിമാനാണ്, അല്ലെ? ഭഗവാൻ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് പിൻവലിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലെ? പിന്നെ ഇത് പൊങ്ങത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. ഉം. നമുക്ക് ആർക്കും പറ്റില്ല. ഡോക്ടർ വിചാരിച്ചാലും ശാസ്ത്രം വിചാരിച്ചാലും നടക്കത്തില്ല, അല്ലെ?
അപ്പോ ആ മേഴ്സി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കണ്ണ് പോലും ചിമ്മാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? പിന്നെ എങ്ങനെ നമുക്ക് ഭഗവാനെ നിഷേധിക്കാനാകും എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാൻ ഇവിടെ മൂടാ 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 എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? 5000 കൊല്ലം മുൻപേ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. 5000 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ തന്നെയാണ്. ഇതൊരിക്കലും മാറില്ല. ഭഗവാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, അല്ലെ? സത്യമാണ്, സത്യം മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. അത് ഏതൊരവസ്ഥയിലും അത് എന്താണ്, നിലനിൽക്കുന്ന ഒരു സത്യമാണ്, അല്ലെ? ഭഗവാൻ ഉണ്ടായിരുന്നപ്പോഴും മുസ്ലിന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും അസുരന്മാരുണ്ട്, അല്ലെ? പല തരത്തിലാണ്. അപ്പോ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഓരോ ചുവടും എന്നെ നിയന്ത്രിക്കുന്ന, അല്ലെ, എനിക്ക് അപ്പുറത്തുള്ള എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം, അല്ലെ? ഒന്നുകിൽ അതിനെ ദൈവമെന്നോ മറ്റെന്തെങ്കിലോ പ്രകൃതി എന്നോ വിളിക്കും. പക്ഷേ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, സമ്മതിക്കും. നമുക്കത് എങ്ങനെ നിഷേധിക്കാനാകും? അതുകൊണ്ട് ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുവാൻ ഒരു വിധിയാണ്. അവൻ അത്ര ബുദ്ധിയുള്ള ആളൊന്നുമല്ല. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഭഗവാനെ നിഷേധിക്കില്ല, അല്ലെ? കൃഷ്ണൻ ഇവിടെ എന്താണ് പറയുന്നത്? ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? കാരണം അവൻ ഈ ഭൂമിയിൽ ഏതോ അമാനുഷിക ശക്തിയുള്ള ഒരു മനുഷ്യനെ പോലെ ഉണ്ടായിരുന്നു. എന്നാൽ ഭൂരിഭാഗവും 99% ആളുകൾക്കും അവർക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അല്ലെ? ഭഗവാൻ പരമമായ ശക്തി, പരമപുരുഷൻ എന്ന് തിരിച്ചറിയാൻ, അല്ലെ, നമ്മളെ പോലെയുള്ളവർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഈ നാസ്തികർക്ക് കഴിഞ്ഞില്ല. പരംഭാവം അജാനന്ദ. കാരണം അവർക്ക് കാണാനുള്ള ചക്ഷുഷില്ല, കണ്ണില്ല, അല്ലെ? ആ ചക്ഷുഷ് ഉണ്ടെങ്കിലേ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റൂ. നമുക്ക് എങ്ങനെ ദൈവത്തെ തിരിച്ചറിയാം? ചില അമാനുഷിക ശക്തി, അധികാരികളുടെ തെളിവുകൾ, തിരുവഴുത്ത് തെളിവുകൾ, ഈ കാര്യങ്ങൾ ആവശ്യമാണ്. അതിനാൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അധികാരങ്ങളും ഭഗവാൻ ദൈവമായി അംഗീകരിച്ചിട്ടുണ്ട്, ഭഗവാനെ ദൈവമായി അംഗീകരിച്ചിട്ടുണ്ട്. അവൻ സന്നിഹിതനായപ്പോൾ, ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെ, ഭഗവാന്റെ പ്രവർത്തനങ്ങൾ അമാനുഷികമായി നമ്മളെ കൊണ്ടൊരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്തു തന്നത്. എന്തിനാണ്? ഭഗവാനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അതെ. വേദസാഹിത്യത്തിന്റെ തെളിവുകളിൽ നിന്ന്, അല്ലെ, ഭഗവാൻ ഈശ്വരനാണ്. പിന്നെ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും നമ്മൾ ഭഗവാനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് ആസുരഭാവമായി കണക്കാക്കണം. നമ്മളെല്ലാം ആസുരന്മാരാണ്, അസുരന്മാർ. ഞാൻ വിശ്വസിക്കില്ല. നമുക്ക് എന്ത് തെളിവ് നൽകിയാലും എന്തു തന്നെയായാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, അല്ലെ? അപ്പോൾ അത് നിസ്സഹായമാണ്. അപ്പൊ അതുകൊണ്ട് അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഈശ്വരനെ കാണാനുള്ള കണ്ണുകളും ഉണ്ടായിരിക്കണം. നമ്മുടെ അപൂർണമായ ഇന്ദ്രിയങ്ങളാൽ ദൈവത്തെ കാണാൻ കഴിയില്ല. അതിനാൽ മുഴുവൻ ഭക്തി പ്രക്രിയയും ഭക്തിയോഗ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. എന്താണ് ദൈവം? എന്താണ് ആത്മാവ്? അതിന് എന്താണ് ആവശ്യം, അല്ലെ? സർവോഭാതി വിനിർമുക്തം തരത്വേന തത്പരത്വേന നിർമ്മലം, അല്ലെ? ഉത്തമ ശ്ലോകം എന്താ പറയുന്നത്? ആനുകൂല്യന കൃഷ്ണാനുശീലനം. ചരിതാമൃത്തിൽ പറയുന്നുണ്ട്, ആനുകൂല്യന കൃഷ്ണാനുശീലനം, അല്ലെ? ഒന്നാം തരത്തിലുള്ള ഭക്തി സേവനം വികസിക്കുമ്പോൾ ഒരുവൻ എല്ലാ ഭക്തിമോഹങ്ങളും ഏകത്വ ദർശനത്താൽ നേടിയ അറിവും ഫലപ്രാപ്തിയും ഇല്ലാത്തവനായിരിക്കും. കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് പോലെ ഭക്തൻ കൃഷ്ണനെ നിരന്തരം സേവിക്കണം, അല്ലെ? ആ സേവയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ, ഭഗവാനെ കാണാൻ പറ്റൂ, അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ്, ഭഗവാന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുന്ന ഒരാളിനെക്കാളും, അല്ലെ, നല്ല ഗെറ്റപ്പ് ഒക്കെ ആയിട്ട്, അല്ലെ, നല്ല സൂട്ടൊക്കെ ഇട്ട്, നല്ല തുണി, നല്ല നല്ല ഡ്രസ്സൊക്കെ ചെയ്ത്, നല്ല ഒരുങ്ങി ഭഗവാന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്, അല്ലെ? ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനേക്കാളും, അവരെക്കാളും ഭഗവാൻ ഇഷ്ടം ആരോടാണെന്ന് അറിയാമോ? അങ്ങ് താഴെ അടുക്കളയിൽ വരുന്ന ഭക്തന്മാർക്കും ഭഗവാനും, അല്ലെ, ഭോഗങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കുന്നവരും, ഭക്ഷണം പാകം ചെയ്തവരും, പ്രസാദം ഭോഗം ഉണ്ടാക്കുന്നവർക്കും അവരോടാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താ കാര്യം? അവര് കുറെയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ്, അല്ലെ, നമ്മൾ ഫ്രണ്ടിൽ വന്നു ഭഗവാന്റെ കാര്യം കാണുകയും ക്ലാസ് കേൾക്കുകയും അല്ലെങ്കിൽ കീർത്തനം കേൾക്കുകയും ഡാൻസ് ചെയ്യുകയും ഒന്നും ചെയ്യാതെ ഇതെല്ലാം സാക്രിഫൈസ് ചെയ്ത് എല്ലാം മാറ്റി വെച്ചിട്ട് ഭക്തന് വേണ്ടി, ഭഗവാന് വേണ്ടി അവര് അങ്ങ് ദൂരെ അടുക്കളയിൽ, അല്ലെ, അല്ലെങ്കിൽ കിച്ചണില് അവര് പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇവരൊക്കെ ഡാൻസ് ചെയ്ത് തളർന്നു വരുമ്പോ ഭക്ഷണം കൊടുക്കണ്ടേ എന്നാണ്. ഭഗവാൻ അവരെയാണ് കാണുന്നത്. ഭഗവാന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിലും എത്രയോ ദൂരെ നിൽക്കുന്ന അവരെയാണ്
ഭഗവാൻ. അതുകൊണ്ടാണ് സേവോന്മുഖേ എന്ന് പറയുന്നത്. സർവോപാധി വിനിർമുക്തം പഞ്ചരാത്രത്തിൽ പറയുന്നുണ്ട്. പരത്വേന നിർമ്മലം ഋഷികേന ഋഷികേശ സേവനം ഭക്തിർ ഉച്ചതേ. ഇവിടെ എന്താ പറഞ്ഞ? സേവനം ഭക്തിർ ഉച്ചതേ. അല്ലെ? ഇപ്പോഴത്തെ നമ്മുടെ രഥയാത്രയിൽ കൊല്ലത്തുള്ള എല്ലാ ഭക്തന്മാരും അല്ലെ വളരെയധികം പരിശ്രമിച്ചിട്ടാണ് അത്രയും വിജയമാക്കാൻ സാധിച്ചത്. അല്ലെ? നമ്മൾ മഴ പെയ്യും കൊടുങ്കാറ്റടിക്കും എന്നൊക്കെ നമ്മൾ പേടിച്ചിരുന്നെങ്കിലും ഒരു തുള്ളി മഴ പെയ്തോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് അല്ലെ വളരെ സ്നേഹത്തോടു കൂടി പ്രേമത്തോടു കൂടിയാണ് നമ്മൾ ആ രഥയാത്ര ചെയ്തത്. അല്ലെ? ഒരു പ്രാവശ്യം പോലും കൊണ്ട് പിടിക്കേണ്ടി അത് ഭഗവാൻ നോക്കിക്കോളും. അപ്പോ ഋഷികേന ഋഷികേശ സേവനം ഭക്തി രുചിത. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്താല് നിങ്ങൾ എല്ലാവരും കൊല്ലത്തുള്ള എല്ലാവരും തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ട് അത്രയും സേവ ചെയ്തുകൊണ്ടാണ് അല്ലെ പലതും മാറ്റിവെച്ചിട്ട് കുടുംബകാര്യങ്ങൾ വരെ മാറ്റിവെച്ചിട്ട് എത്രയോ ദിവസം രാപ്പകലില്ലാതെ അധ്വാനിച്ചതിന്റെ ഫലമാണ് നമുക്ക് ആ രഥയാത്ര അത്രയും ഭംഗിയാക്കാൻ പറ്റിയത് ആണല്ലോ. അല്ലെ? പലർക്കും പലതും കാണാനും എന്താണ് ഒന്നും സാധിച്ചിട്ടില്ല. പല പല ഡ്യൂട്ടീസിനെ അവർ കണ്ടിട്ടുണ്ടാവില്ല, പലരെയും കണ്ടിട്ടുണ്ടാവില്ല. അവരെല്ലാവരും സേവനയിലായിരുന്നു. അല്ലെ? അപ്പൊ ആ സേവ ചെയ്ത ആൾക്കാർക്കാണ് ഭഗവാൻ കൂടുതൽ മേടിച്ചു കൊടുക്കുക. അവർക്കാണ് കൂടുതൽ ഭക്തി കിട്ടുക. ഈ ഫ്രണ്ട് വന്നെന്ന് തൊഴുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ആർക്കാണ് കിട്ടുന്ന ഈ സേവ ചെയ്ത ആൾക്കാർക്കാണ് ആ ഭക്തി കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം കിട്ടുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സേവനം ചെയ്യണം, സേവനം ചെയ്യാൻ നമുക്ക് ഒരിക്കലും ഭക്തി കിട്ടത്തില്ല. ഇവിടെ പറയുന്നത് എന്താണ്? മതിലിൽ ഋഷികേന ഋഷികേശ സേവനം ഭക്തി രുചിതേ. അല്ലെ? അപ്പോ ഭഗവാൻ ഋഷികേശനെ സേവ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഉച്ചതേ അല്ലെ ഇങ്ങനെ ഉദിച്ചു പൊങ്ങത്തുള്ളൂ, മുളച്ചു പൊട്ടത്തുള്ളൂ, ഉദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് വളരുള്ളൂ. അതാണ് സേവനം ഭക്തി രുചിത എന്ന് പറയുന്നത്. അപ്പൊ ഈ സേവനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പലർക്കും ഇപ്പോഴും പറഞ്ഞ് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അവരെല്ലാരും വിചാരിക്കണം ഞാൻ എന്തിനാ അമ്പലത്തിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യണം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ഭഗവാൻ എന്താ ഇതിന്റെ കുറവോ? എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ സേവ ചെയ്യണമെന്ന് ചോദിക്കണം. അതാണ് ഭഗവാനോട് പറയുന്നത്. മൂഢ. അല്ലെ? പറഞ്ഞിട്ട് കഥയില്ല. മൂഢനാ, മണ്ടനാ, മന്ദബുദ്ധിയാണ്. അല്ലെ? അപ്പോ ഭക്തി സേവനം എന്നാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും യജമാനായ പരമപുരുഷനായ ഭഗവാന്റെ സേവനത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും യജമാൻ ഋഷികേന ഋഷികേശ അല്ലെ സേവനത്തിൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്തുക എന്നത് അർത്ഥമാക്കുന്നു. ആത്മാവ് പരമാത്മാവിനെ സേവിക്കുമ്പോൾ രണ്ട് പാർശ്വഫലങ്ങളുണ്ട്. ഒരുവൻ എല്ലാ ഭൗതിക ഫലങ്ങളിൽ നിന്നും മോചിതനാണ്. ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഒരാളുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലെ? നമ്മളെ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ സേവ ചെയ്തേ പറ്റുള്ളൂ. അല്ലെ? ഈ രഥയാത്രയിൽ കുണ്ടീജന മാർജനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഭഗവാൻ അവിടെ വന്നിരിക്കുമ്പോൾ അതിന്റെ തലേദിവസം പോയി നമ്മളെല്ലാം വൃത്തിയാക്കും. ഓരോ നൂക്ക് ആൻഡ് കോർണർ അല്ലെ ഇതുപോലെ അഴുക്ക് അവിടെയൊക്കെ ഒളിച്ചിരിക്കും. അതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കും. നമ്മള് ഇങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോ അവിടെയൊക്കെ വൃത്തിയാകുമ്പോ ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം വൃത്തിയാവുകയാണ് ചെയ്യുന്നത്. അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ഉള്ളിൽ കാണാൻ പറ്റും. ഭഗവാൻ നമ്മുടെ അവിടെ വന്നിരിക്കും. കാരണം തറയൊക്കെ വൃത്തിയാക്കിയപ്പോ അവിടുത്തെ എന്താണ് ആൾക്കാരെല്ലാം വൃത്തിയാക്കി, ഭക്തന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി, ഭഗവാൻ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ വൃത്തിയാക്കിയപ്പോ അവിടെ ശരിക്കും എവിടെയാണ് വൃത്തിയായത്? നമ്മുടെ ഹൃദയമാണ് വൃത്തിയായത്. അല്ലെ? ഒരാൾക്കും സാധാരണപ്പെട്ട ഒരാൾക്ക് അത് സാധിക്കില്ല. കാരണം എന്താണ്? അവൻ ഞാൻ ഈ ശരീരമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഭഗവാന്റെ മുമ്പേ ഒന്ന് കുമ്പിടാൻ പറ്റില്ല, നമസ്കരിക്കാൻ പറ്റില്ല, ദണ്ഡ നമസ്കാരം ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? ഈ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ എങ്ങനെ ദണ്ഡ നമസ്കാരം ചെയ്യും? ഇവരൊക്കെ എന്ത് വിചാരിക്കും? ഞാൻ ആരാണ്? അല്ലേ? ഞാനൊരു വലിയ ഓഫീസറല്ലേ? ഞാൻ ഇങ്ങനെ ഉള്ള ആളല്ലേ? ഞാൻ ഇത്രയും എന്താണ് ഫാക്ടറികളുള്ള ഒരു ഓണറല്ലേ? അല്ലെ? എന്റെ കീഴിൽ ഇത്രയും ആൾക്കാർ 10,000 ആൾക്കാർ വർക്ക് ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ എന്ത് ഓർക്കും ഞാൻ ഇവിടെ നമസ്കരിച്ചാൽ? ഇതൊക്കെയാണ് നമ്മൾ ഭഗവാൻ ഫ്രണ്ടിൽ വന്നെന്ന് ആലോചിക്കുന്നത്. നമ്മളല്ല നാസ്തികർ അല്ലെ? ഇങ്ങനെയുള്ള ആൾക്കാർ, സാധാരണപ്പെട്ട ആൾക്കാർ, അവർക്ക് അവിടെ നമസ്കരിക്കാനായിട്ട് നോക്കും. അല്ലേ? അവിടെയൊക്കെ ഭയങ്കര പൊടിയാ, ചല്ല എന്റെ ശരീരങ്ങള്, എന്റെ ഉടുപ്പൊക്കെ നല്ല സൂപ്പർ ഉടുപ്പുകളൊക്കെ ചുളുങ്ങും, ചീത്തയാവും, അഴുക്കാവും. അല്ലേ? പിന്നെ ആൾക്കാർ എന്തോ പോലെയാവും. അതുകൊണ്ട് വേണ്ട എന്നാണ് അവർ വിചാരിക്കുന്നത്.
കാര്യം എന്താണ്? നമുക്ക് ആ ഹ്യൂമിലിറ്റി ഇല്ല. ഉം. പ്രഭുപാദർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതൊരു ഭക്തനെ കണ്ടാലും ഒരു വൈഷ്ണവനെ കണ്ടാലും അപ്പം നമ്മൾ നമസ്കരിക്കണമെന്നാണ്. അല്ലേ? ഒരു ഭക്തനും കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രഭുവും കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കണമെന്ന്, ആലിംഗനം ചെയ്യണം. അപ്പൊ അവിടെ ആ പൊട്ടൻസി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ളത് ഇങ്ങോട്ടും കിട്ടും, ഇവിടെയുള്ളത് അങ്ങോട്ടും കിട്ടും. കേട്ടോ? അവരുടെ ആ ശുദ്ധത നമുക്കും കൂടെ കിട്ടും. നമ്മൾ കെട്ടിപ്പിടിക്കും. മനസ്സിലായല്ലേ? അറ്റ്ലീസ്റ്റ് കെട്ടിപ്പിടിക്കണ്ട, ഒന്ന് നമസ്കരിക്കാമല്ലോ, അല്ലേ? നമസ്കരിക്കും, ദണ്ഡ നമസ്കാരം ചെയ്യും. കാലി വാരണമെന്നല്ല, ദണ്ഡ നമസ്കാരം ചെയ്താൽ, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമിലിറ്റി വരും. അങ്ങനെ ഹ്യൂമിലിറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ നെളിഞ്ഞു നിൽക്കും. നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോയാലും, അല്ലെ, പണ്ടൊക്കെ അങ്ങനെയാണ് ശീലിച്ചിരുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഇസ്കോൺ ടെമ്പിളിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. ആണേ? അല്ലേ? അത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഉം. പിന്നെ നമ്മൾ ഒരു അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഭഗവാന്റെ ഭക്തന്മാരെ വേണം വണങ്ങാൻ. അത് കഴിഞ്ഞിട്ട് വേണം ഭഗവാനെ വണങ്ങാൻ. സാധാരണക്കാരനോട് പറഞ്ഞാൽ അവൻ സമ്മതിക്കോ? ഇല്ല. അതെങ്ങനെയാണ്? ഭഗവാനല്ലേ ഇവിടെ നിൽക്കുന്നത്, ഭഗവാനല്ലേ നമ്മൾ ആദ്യം വണങ്ങേണ്ടത്. ഇവരൊക്കെ ആര്? ഭക്തന്മാർ അറിയാം. വൈ ചോദിക്കവർ, അല്ലേ? പക്ഷെ നമുക്കറിയാം, ആ ഭക്തരിലൂടെയാണ് നമുക്ക് ഭഗവാനെ മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ ആദ്യം വണങ്ങി, സോറി, ഗുരുക്കന്മാരെ അല്ലെങ്കിൽ വൈഷ്ണവനെ, ഭക്തരെ നമ്മൾ വണങ്ങിയിട്ട് വേണം നമ്മൾ ഭഗവാനെ വണങ്ങാൻ. ലളിതമായി പറഞ്ഞാൽ ഈ ഭക്തിയോഗ ശുദ്ധീകരണ പ്രക്രിയയാണ്. നമ്മളെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാഴ്ചശക്തി, കേൾവി ശക്തി, അല്ലെ, ശുചിശക്തി, സ്പർശന ശക്തി, ഇവയെല്ലാം ശുദ്ധീകരിച്ചാലുടൻ നമുക്ക് അനുഭവിക്കാനും അറിവ് നേടാനുമുള്ള ഇന്ദ്രിയങ്ങൾ. എന്നാൽ ഇന്ദ്രിയങ്ങൾ മൂർച്ചയുള്ളതാണെങ്കിൽ ഈശ്വരൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു നിയന്ത്രണ തത്വം ആവശ്യമാണ്. അല്ലെ? അതായത് നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ അവനെ കാണാൻ പറ്റില്ല. ഇവിടെ കൃഷ്ണ ബലരാം ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ആ കാൽപാദം തൊട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയാൽ എന്താ രസമാണെന്നറിയോ ഭഗവാന്റെ മുഖത്ത് വരുമ്പോ, അല്ലെ? ആ ഒരു ചിരി, ആ ചിരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും. എങ്ങോട്ടാ പോകും, പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല, അല്ലെ? അത്രയും സുഖം എവിടെയാണ് കിട്ടുക? വേറെ എവിടെയാ കിട്ടുക? അല്ലെ? അപ്പോ അവിടെ വന്ന് ഭഗവാനെ കാണുമ്പോ നമുക്ക് എന്തോ കിട്ടിയതുപോലെയാണ്, എന്തോ എന്തോ നമ്മളിൽ വന്നു ചേർന്നത് പോലെയാണ്, അല്ലെ? ഏഹ് നമ്മൾ എന്തോ അന്വേഷിച്ച് നടന്നത് കിട്ടിയതുപോലെയാണ് നമുക്ക് തോന്നുക. അത്രയും ഒരു ആശ്വാസമാണ്. അത് കാണണമെങ്കിൽ ആ ചക്ഷുഷുണ്ടാവും, അല്ലെ? അല്ലാതെ വെറുതെ നോക്കിക്കഴിഞ്ഞാല് അവിടെ രണ്ടുപേരും നിപ്പുണ്ട്, ഒരു കറുത്തത് ഒരു വെളുപ്പും, അല്ലെ? ഇതൊക്കെ ആരാണോ? പലരും എന്നോട് തോന്നുന്നു പറഞ്ഞത് രാധയും കൃഷ്ണനും അല്ലേ എന്നാണ്. അവർക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും മന്ദബുദ്ധിയല്ലേ, മണ്ടന്മാരല്ലേ, ഭഗവാനോട് പറഞ്ഞില്ലേ, അവർക്ക് അതുപോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എന്താണ്? അവര് വീക്ഷിക്കുന്നത് ഭഗവാനെ അല്ല, അവിടെയുള്ള കാൻഡിലിവേഴ്സും ലൈറ്റുകളും അറേഞ്ച്മെന്റ്സും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ ഡ്രസ്സാണ് ചെയ്തു അതൊക്കെയാണ് നോക്കുന്നത്. അതിലൊക്കെ ശ്രദ്ധ വയ്ക്കുമ്പോൾ പിന്നെ ഈ ഭഗവാനെ കാണാനുള്ള സമയം കിട്ടത്തില്ല, അല്ലേ? അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, എന്താ രാധയും കൃഷ്ണനല്ലേ നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു കൊടുത്തു, അല്ല, ഒരു കൃഷ്ണൻ ബലരാമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ചക്ഷുഷാണ് നമുക്കുള്ളത്, അല്ലേ? പിന്നെ അങ്ങനെ ഭഗവാൻ ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ സേവോന്മുഖേ ജിഹ്വാത്, അല്ലേ? നമ്മള് എന്താണ് സേവ ചെയ്യണം, സേവ ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ആ സേവ ചെയ്യാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ നമ്മള് ഹമ്പിളാവും, അല്ലെ? വളരെ വളരെ എന്താണ് വിനയാന്യുതനാവും. ആ വിനയാന്വിതനാവാൻ വേണ്ടിയാണ് പ്രഭുപാദൻ നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചത്. എന്താണ്? ആരെ കണ്ടാലും നമ്മൾ നമസ്കരിക്കണം. ഏതൊരു ഭക്തനെ കണ്ടാലും നമ്മൾ നമസ്കരിക്കണം. നമസ്കരിച്ചു ഹരേ കൃഷ്ണ പറയുമ്പോൾ നമുക്ക് തോന്നും, സി വെൻ യു സേ ഹരേ കൃഷ്ണ പ്രഭുജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? അങ്ങാണ്, യു ആർ ദ മാസ്റ്റർ, സോ ഐ ആം ദ സെർവന്റ്. ഞാന് അങ്ങയുടെ ദാസനാണ്, അല്ലെ? അങ്ങക്ക് എന്താ വേണ്ടത്? അങ്ങക്ക് സുഖമാണോ ചോദിക്കാണ്, അല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞ് നമ്മൾ വെറും ദാസന്റെ ദാസനാണെന്ന് നമുക്ക് ഒരു ദിവസം മനസ്സിലാവും, അല്ലെ? അതാണ് ഹ്യൂമിലിറ്റി. അത് ഉണ്ടാവാൻ വേണ്ടിയാണ് പ്രഭുപാദ് നമ്മളെ ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. ആരെ കണ്ടാലും നമ്മള് നമസ്കരിക്കണം. അപ്പൊ ആ നിയന്ത്രണ തത്വം നമ്മൾ ഏറ്റെടുക്കും. ഏറ്റവും എളുപ്പമുള്ള നിയന്ത്രണ തത്വം
ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. നമ്മൾ പതിവായിട്ട് ഭക്തിയോടെ യാതൊരു കുറ്റവും കൂടാതെ ജപിച്ചാൽ വളരെ ലളിതമായ ഈ പ്രക്രിയ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. കൂടാതെ ഈശ്വര സാന്നിധ്യത്തെ നമ്മൾ അഭിനന്ദിക്കുകയും ഈശ്വരബോധം, കൃഷ്ണാബോധം നമ്മളിൽ വളരുകയും ചെയ്യും. അല്ലെ? അതുകൊണ്ടാണ് പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. അല്ലെ? പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. 12ാമത്തെ ശ്ലോകം പറയാം. ഞാൻ മനുഷ്യരൂപത്തിൽ ഇറങ്ങുമ്പോൾ വിഡ്ഢികൾ എന്നെ പരിഹസിക്കുന്നു. എന്റെ അതീന്ദ്രിയ സ്വഭാവവും എല്ലാറ്റിനും മേലുള്ള എന്റെ പരമമായ ആധിപത്യവും അവർക്കറിയില്ല. മനുഷ്യരെ ദൈവത്തിന്റെ അചിന്തനീയമായ ശക്തിയും എന്താണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവർ കരുതുന്നു ദൈവം എന്നെ പോലെ ആരെങ്കിലും ആകാം, എന്നെ പോലെ മറ്റൊരു മനുഷ്യനാണ്. അല്ലെ? അവർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലെ? 12ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, മോഘ കർമാണോ മോഘജ്ഞാന വിശേഷത രാക്ഷസിം ആസുരിം ചൈവ പ്രകൃതിം മോഹിനിം ശ്രിത. പ്രകൃതിയും മോഹിനിയും ശ്രിത. ഇങ്ങനെ അന്താളിച്ചു പോകുന്നവരെ പൈശാചികവും നിരീശ്വരവുമായ വീക്ഷണങ്ങളാൽ ആകർഷിക്കപ്പെടും. ആ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിൽ വിമോചനത്തിനായുള്ള അവരുടെ പ്രതീക്ഷകളും അവരുടെ ഫലപ്രാപ്തിയും അവരുടെ അറിവിന്റെ സംസ്കാരവും എല്ലാം പരാജയപ്പെടുന്നു. പിന്നെ എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? മേഘശ ഇവിടെ പറയുന്നില്ലേ, സോറി, മോഘശ. അവർ ആഗ്രഹിക്കുന്നതെന്തും അത് ആശയക്കുഴപ്പത്തിലാണ്. മോഘാശം വെറും കർമ്മികൾ. അല്ലെ? കർമ്മി എന്നാൽ ഫലപ്രാപ്തിയുള്ള അഭിനേതാക്കൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെ? ഒരു ഫലം പ്രതീക്ഷിക്കുന്നത്, എന്തെങ്കിലും നല്ലത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലസ് ആയിട്ടുള്ളത് അവരത് പ്രതീക്ഷിക്കുന്നത്. അല്ലെ? അവരെവിടെ നിർത്തും എന്നതിന് ഒരു പരിധിയുമില്ല. അല്ലെ? നമ്മൾ വിചാരിക്കും ഒരു 10 ലക്ഷം കൊണ്ട് ബാങ്ക് ഇട്ടേക്ക് നമുക്കതുകൊണ്ട് ജീവിക്കാമായിരുന്നു. അല്ലെ? അടുത്ത മാസം വിചാരിക്കും 10 ലക്ഷം ഒന്നുമല്ല, ഒരു 20 ലക്ഷം ഇട്ടാല്. അല്ലെ? അത് കഴിയുമ്പോൾ വിചാരിക്കും ഇല്ലല്ല, ഒരു 30 ലക്ഷമെങ്കിലും വേണം. ഇങ്ങനെ നമ്മളിങ്ങനെ അല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം കിട്ടുമോ? ഇല്ല. നമ്മൾക്ക് എപ്പോഴെങ്കിലും തൃപ്തിയാവോ? ഇല്ല. അല്ലെ? മോഘാശ. എന്നാൽ അവർ ഒരു പ്രത്യേക ഘട്ടത്തിൽ വളരെ സന്തുഷ്ടരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ആ പോയിന്റ് ഒരിക്കലും വരുന്നില്ല. ആ പോയിന്റ് അല്ലെ നമുക്ക് എത്താൻ പറ്റുന്നില്ല. മോഘാശ, ഇതിനർത്ഥം മോഘാശ എന്നാണ്. കാരണം എന്റെ സംതൃപ്തിയുടെ ആത്യന്തിക പോയിന്റ് എന്താണ് എന്ന് അവർക്കറിയില്ല. നതേ വിദുസ്വാർത്ഥ ഗതിം ഹി വിഷ്ണു ദുരാശയ ഏ ബഹിർ അർത്ഥമാനിന. ശ്രീമദ് ഭാഗവതം പറയുന്നത്, ഭൗതിക ജീവിതം ആസ്വദിക്കാനുള്ള ബോധത്തിൽ ശക്തമായി കുടുങ്ങിപ്പോയ, അതിനാൽ ബാഹ്യ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട സമാനമായ അന്ധനെ തങ്ങളുടെ നേതാവായി അല്ലെങ്കിൽ ഗുരുവായി സ്വീകരിച്ച വ്യക്തികൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തിലേക്ക് മടങ്ങുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഭഗവാൻ വിഷ്ണുവിന്റെ സേവനത്തിൽ ഏർപ്പെടുക മറ്റൊരു അന്ധൻ വഴികാട്ടിയ അന്ധന്മാർ ശരിയായ പാത തെറ്റിക്കുഴിയിൽ വീഴുന്നത് പോലെ ഭൗതികമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു മനുഷ്യർ നയിക്കുന്ന വളരെ ശക്തമായ ചരടുകളാൽ നിർമ്മിച്ച ഫലദായകമായ അധ്വാനത്തിന്റെ കയറുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവർ വീണ്ടും വീണ്ടും തുടരുന്നു, ഭൗതിക ജീവിതത്തിന്റെ ത്രിതല ദുരിതങ്ങൾ സഹിക്കുന്നു. അല്ലെ? അവരിങ്ങനെ അതിൽ കിടന്ന് ഇങ്ങനെ ഒഴുകുകയാണ്. അവർക്ക് ആ ചക്രത്തിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, വെള്ളിലോട്ട് തെറിക്കാൻ പറ്റുന്നില്ല. അല്ലെ? ആൾക്കാരെ അവർക്കറിയില്ല, മാനവരെ അവർക്കറിയില്ല. ആരൊക്കെയാണ് ഈ ഭ്രമാത്മക ഭൗതിക ഊർജത്തിന്റെ ബാഹ്യ സൗന്ദര്യത്തിൽ അഭിരമിക്കുന്നവർ? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് വാസ്തവം. അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ മോഘശ എന്ന് പറയുന്നത്. മോഘ കർമ്മണ എന്നാൽ ഫലമില്ലാത്തത്, അമ്പരപ്പുള്ളവർ. അല്ലെ? അവർ എന്തെങ്കിലും ചെയ്താലും അവസാനം അവർ അത് നിരാശരായി കണ്ടെത്തും. അവർ സന്തുഷ്ടരല്ല. ഇനി എന്തൊക്കെ ചെയ്താലും അവർക്ക് സന്തോഷം കിട്ടില്ല എന്ന്, സംതൃപ്തി കിട്ടില്ല എന്നർത്ഥം. അല്ലെ? ഉദാഹരണമായി നമുക്ക് ഇപ്പോ ഗാന്ധിജി എന്താണ് നമ്മുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പക്ഷെ അവസാനം അദ്ദേഹത്തിന് എന്താ സംഭവിച്ചു? അല്ലേ? അവരുടെ കൂടെയുള്ള ഒരാൾ തന്നെ വെടിവെച്ചു കൊന്നു. അപ്പോ നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നു.
അല്ലെ? സോ മോഹ കർമ്മണ, നാം കൃഷ്ണാബോധം ഉള്ളവരായില്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനം ആശയക്കുഴപ്പത്തിലാണ്. എന്നെ അല്ലെ, സാധാരണക്കാരൻ കൃഷ്ണൻ പറയുന്നത് സ്വീകരിക്കുക. ഭഗവാനാണ് എല്ലാം നമുക്ക് തരുന്നതെന്ന് പറയും. മോഹശ മോഹ കർമ്മണ മോഹജ്ഞാന, ഇങ്ങനെ അന്താളിച്ചു പോകുന്നവരെ പൈശാചികവും നിരീശ്വരവുമായ വീക്ഷണങ്ങളിൽ ആകർഷിക്കപ്പെടുന്നു. ആ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിൽ വിമോചനത്തിനായുള്ള അവരുടെ പ്രതീക്ഷകളും അവരുടെ ഫലപ്രാപ്തിയും അവരുടെ അറിവിന്റെ സംസ്കാരവും എല്ലാം പരാജയം. അല്ലെ? പന്താസ്തു കോടി സദവത്സര സംഭ്രഗമ്യ വായോരതാപി മനസോ മുനിപുംഗവാനാം ചോപ്യസ്തി യത് പ്രവദ സിംനി അവിചിന്യ തത്വേ ഗോവിന്ദമാരി പുരുഷം തമഹം ഭജാമി. ആദിമ ഭഗവാനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ആരുടെ താമരയുടെ കാൽവിരലിന്റെ അറ്റം മാത്രമേ യോഗികൾ അതീന്ദ്രിയമായതിനെ കാക്ഷിക്കുകയും ശ്വസനം തുളച്ച് പ്രാണായാമത്തിൽ ഏർപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ലൗകികമായ ഉന്മൂലന പ്രക്രിയയിലൂടെ വ്യതിരിക്തമല്ലാത്ത ബ്രഹ്മത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ജ്ഞാനികൾ, അല്ലെ? അവർക്കൊക്കെ അവസാനം കാണാൻ പറ്റുന്ന എന്താണ്? ആ ബ്രഹ്മജ്യോതി മാത്രമാണ്. ഗോവിന്ദ പരമാത്മാവ്. നമ്മുടെ മാനസിക ഊഹാപോഹങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് വിശാലമാണ്. പന്താസ്തു കോടി സദവത്സര, കോടി എന്നാൽ ദശലക്ഷക്കണക്കിന്, അല്ലെ? കോടി ശതവത്സരം. അതുപോലെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വായുവേഗതയോടും മനസ്സിന്റെ വേഗതയോടും കൂടി നമ്മൾ ഊഹിക്കുകയാണെങ്കിൽ പരമമായതിനെ മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല, അല്ലെ? ഇന്നത്തെ നിമിഷത്തിലോ മുൻകാലങ്ങളിലോ നിരവധി കച്ചവടക്കാർ ഊഹാപോഹങ്ങൾ അവ ഒരിക്കലും അവരുടേതായ റിസൾട്ടിൽ എത്തിയിട്ടില്ല, പോയിന്റിൽ എത്തിയിട്ടില്ല. ഒരിക്കലും, അല്ലെ, അവര് അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല, അല്ലെ? അങ്ങനെ എത്തിയവരുടെ ആ ഒരു ചരിത്രം, അല്ലെ, ഇങ്ങനെയൊക്കെ പോയവരുടെ ഒരു ചരിത്രവും നമുക്കറിയില്ല, അല്ലെ? ഇവരാരും ഭഗവാനെ കണ്ടെത്തിയിട്ടില്ല. ഇങ്ങനെ അന്താളിച്ചു പോകുന്നവരെ പൈശാചികവും നിരീശ്വരമായ വീക്ഷണങ്ങളാൽ ആകർഷിക്കപ്പെടുന്നു. ആ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിൽ വിമോചനത്തിനായുള്ള അവരുടെ പ്രതീക്ഷകളും അവരുടെ ഫലപ്രാപ്തിയും അവരുടെ അറിവിന്റെ സംസ്കാരവും എല്ലാം പരാജയപ്പെടും. ഇല്ലേ? വിജയസസ, അല്ലെ? വിജയസസ എന്നാൽ അന്താളിച്ചു പോയെന്നർത്ഥം. പദം പദം വിപുലമാണ്. കാരണം നമ്മള് ചിലപ്പോ മറ്റുള്ളവരിൽ നിന്ന് ഭഗവത്ഗീത തന്നെയായിരിക്കും കേൾക്കുക, ഭാഗവതം തന്നെയായിരിക്കും കേൾക്കുക. പക്ഷേ നമ്മൾ അതിൽ സെലക്റ്റീവ് ആയില്ല എങ്കിൽ നമ്മൾ എപ്പോഴാണ് കുഴിയിൽ വീഴുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരാള്, നമുക്കിതൊക്കെ പറഞ്ഞ് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരാള്, സംഭവമൊക്കെ ശരിയാണ്, എല്ലാം കറക്റ്റായിട്ടാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഭഗവാന്റെ ആ വ്യക്തി രൂപത്തിൽ വിശ്വസിക്കുന്നില്ല. ഭഗവാൻ ആ രൂപമില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർക്ക് എവിടേക്കാണ് പോകാനുള്ള താല്പര്യം എന്നറിയാം? അവര് ബ്രഹ്മപരത്തിൽ മാത്രമാണ് എത്തുന്നത്. അതായത് സൂര്യനെ അവർക്ക് താല്പര്യമില്ല, സൂര്യപ്രകാശനാണ് അവർക്ക് താല്പര്യം. സൂര്യനെ അവർ വിശ്വസിക്കുന്നില്ല, സൂര്യപ്രകാശത്തിലാണ് വിശ്വസിക്കുന്നത്. ആ സൂര്യപ്രകാശമാണ് എല്ലാം എല്ലാം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവിടെ പോയി എത്തും, അല്ലെ? നമ്മൾ അവരെ പിന്തുടരുന്ന നമ്മൾ എവിടെ എത്തും? നമ്മൾ അവിടെ എത്തും. വല്ല ആവശ്യമുണ്ടോ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട്, ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോ, അല്ലെ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കൃഷ്ണാപൂര സമിതി തരുന്നുണ്ട്. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട്, ഫോളോ ചെയ്യാനായിട്ട്. പലരും, ഞാനിപ്പോ ഒരുപാട് ആൾക്കാരിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പലരും പല ഭഗവത്ഗീത ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട്, ഭാഗവതം ക്ലാസ് കേൾക്കുന്നുണ്ട്. അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഥകളൊക്കെ അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം, ഓക്കെ, ഫിലോസഫി വരെ കറക്റ്റായിട്ട് അറിയാം. പക്ഷേ അവർ പിന്തുടരുന്നത് ഇങ്ങനെ ഒരാൾ ആയതുകൊണ്ട് അദ്ദേഹം എവിടെ എത്തുന്നോ അവിടെയേ ഇവരും എത്തുള്ളൂ. ഇതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഫോളോ ചെയ്യല്ലേ, അല്ലേ? അതൊരു വലിയ അപകടമാണ്. നമ്മൾ സൂക്ഷിക്കുക, അല്ലെ? പദം പദം വിപുലം. അതുകൊണ്ടാണ് പ്രഭുപാദ് പ്രത്യേകം പറഞ്ഞത്, നമുക്ക് ഇതിലിരിക്കുന്ന പലരെയും നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, നമുക്ക് അവരോടൊക്കെ സ്വരച്ചോർച്ച ഉണ്ടാവും, അവർ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും, അല്ലേ? പക്ഷേ ഇതിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതിൽ ഉറച്ചു നിൽക്കുക. ഒരിക്കലും നെവർ ലീവ് ഇസ്കോൺ എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അതൊരു 10,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മള് മീനിനെ കരയിൽ പിടിച്ചിട്ടതുപോലെയാണ്, പിടയ്ക്കും, അല്ലെ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നാണക്കേട് കൊണ്ട് തിരിച്ചു വരാനും പറ്റില്ല, അല്ലെ? ഒരു ഒരു എന്താ പറയാ, ഒരു വിഷമം കാണൂലേ? ഇറങ്ങി പോയിട്ട് എവരെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ എങ്ങനെ തിരിച്ചു വരും, അല്ലെ? ഒരു ജാള്യത ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും അതിനൊരു അവസരം ഉണ്ടാക്കരുത്.
എങ്ങനെയും പിടിച്ചു നിൽക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. ഒരുപാട് ആൾക്കാരെ നമ്മൾ സഹിക്കേണ്ടി വരും. അല്ലെ? എൻ്റെ ഒരു ശിക്ഷാഗുരുവാണ്. വളരെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ശിക്ഷാഗുരുവാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗുരുനാഥൻ അല്ലെങ്കിൽ ദീക്ഷാ ഗുരു ഒന്ന് തന്നെയാണ്. ഉം. ഞാൻ ഈ കേൾക്കുന്ന സമയത്ത് ഞാൻ ദീക്ഷ എടുത്തിട്ടില്ല. അന്ന് അദ്ദേഹം ആ ക്ലാസ്സിൽ പറഞ്ഞത്, ഈ ദീക്ഷാ ഗുരു അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എന്താണ് അമ്പലത്തിൽ വരാത്തത് സ്ഥിരമായിട്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പൊ എന്റെ ശിക്ഷാഗുരു പറഞ്ഞു, എനിക്കിവിടെ പലരെയും സഹിക്കാൻ പറ്റുന്നില്ല ഗുരു. അവരൊക്കെ കാണിക്കുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്താണ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ വരുന്നില്ലാണ്. ഇതൊന്നും കാണാതിരുന്ന കുഴപ്പമില്ലല്ലോ, ഞാൻ വരുന്നില്ലല്ലോ. ഇപ്പോ ഗുരുനാഥൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ദീക്ഷാ ഗുരു ചിരിച്ചോണ്ട് പറഞ്ഞു, അവര് നിന്നെ എന്തുമാത്രം സഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം എന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളിക്കാരന്റെ കണ്ണു തുറന്നത്. അവിടെയാണ് ലഡ്ഡു പൊട്ടിയത്. ശരിയാണ്. ഈ പുള്ളിക്കാരനെ, ഈ ശിക്ഷാ ഗുരുവിനെ വളരെ കഷ്ടപ്പെട്ടാണ് ആൾക്കാർ സഹിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇദ്ദേഹം കാണിക്കുന്ന ഒന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സൂപ്പർ ക്ലാസ് ഒക്കെയാണ്, നല്ല ക്ലാസ് ഒക്കെയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ആരെയും വെറുപ്പിക്കുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. എന്റെ ശിക്ഷാ ഗുരുവാണ്. ഐ ഹാവ് ഓൾ ദ റെസ്പെക്ട് ടു ഹിം. അല്ലേ? അദ്ദേഹം തന്നെ ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ. അല്ലേ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തുമാത്രം വൃത്തികെട്ടവനാണ്, മറ്റുള്ളവർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് എന്നെ സഹിക്കുന്നത്. അല്ലേ? പിറ്റേന്ന് തൊട്ട് ഞാൻ വരാൻ തുടങ്ങി. അല്ലേ? ഞാൻ ആരെയും മുഖത്ത് നോക്കില്ല, ഞാൻ ഭഗവാനെ മാത്രം നോക്കുള്ളൂ. ഭഗവാനെ നോക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ക്ലാസ് എടുക്കും, തിരിച്ചു പോകും. പക്ഷേ അത് എന്നെ വളരെയധികം ആ, ആ, നന്നാക്കാനുള്ള ഒരു അവസരം തന്നു. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ഞാൻ ഇത്രയും മോശപ്പെട്ട ആളാണ്. എന്റെ ഗുരുവിൽ നിന്ന് കേട്ട ആ ഒരു വാക്ക് എന്നെ ഒരുപാട് മാറ്റം പറ്റി. അല്ലേ? അദ്ദേഹം പിന്നെ വളരെ ഹമ്പിളായി, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അല്ലേ? അതാക്കാൻ ഗുരുനാഥന്റെ ആശീർവാദമാണ്, ആ മേഴ്സിയാണ്, എന്താണ് അനുഗ്രഹമാണ്. അദ്ദേഹം മാറി. ഇപ്പോ ഈ സൂപ്പർ. കൃഷ്ണ, ഞാനൊരു ക്ലാസ്സിലാണ്, 7 മണിയുടെ ക്ലാസ് ഉണ്ട്. ഹരേ കൃഷ്ണ. സോറി സോറി. അപ്പോ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുന്നത് പോലെ പൈശാചികവും നിരീശ്വരവുമായ വീക്ഷണങ്ങളിൽ ആകർഷിക്കപ്പെടും. ആ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിൽ വിമോചനത്തിനായുള്ള അവരുടെ പ്രതീക്ഷകളും അവരുടെ ഫലപ്രാപ്തിയും അവരുടെ അറിവിന്റെ സംസ്കാരവും എല്ലാം പരാജയപ്പെടും. അതുകൊണ്ടാണ് പദം പദം വിപദം എന്ന് ഞാൻ പറഞ്ഞത്. കാര്യം ഇപ്പൊ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യാനായിട്ട്, ആരുടെയെങ്കിലുമൊക്കെ ക്ലാസ് കേൾക്കാനായിട്ട്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഇസ്കോണില് അല്ലെങ്കിൽ കൃഷ്ണബോധ സമിതിയിൽ തന്നെ ഇഷ്ടംപോലെ പ്രചാരകരുണ്ട്. അവരുടെയൊക്കെ ക്ലാസ് കേൾക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്തിന്? പ്രഭുപാദന്റെ ലെക്ചേഴ്സ് കേൾക്കാൻ നമുക്ക് ഈ ജന്മം പോരാ. അല്ലെ? അത്രയ്ക്കുമുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റൊരാളുടെ കേൾക്കാൻ പോകുന്നത്? അല്ലെ? പലരും ഇപ്പോ നെറ്റി ചുളിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഈ പ്രഭു എന്താ ഇങ്ങനെ പറയാം? കാരണം അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലേ? കാരണം ഉം, ഭഗവാന് രൂപമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് 99%. അതില് നമ്മുടെയൊക്കെ അമ്പലങ്ങളില് ഭാഗവത സപ്താഹം ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. അവര് പോലും വിശ്വസിക്കുന്നില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് ഒക്കെ സൂപ്പർ ആയിരിക്കും, നല്ല രസമായിരിക്കും, അവർ നല്ല കഥകളൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടും. പക്ഷെ അവര് നമ്മളെ നയിക്കുന്നത് ഇങ്ങനെ ഒരു കുഴിയിലേക്കാണ്, ഒരു പടുകുഴിയിലേക്കാണ്. നോക്കണം, കൃഷ്ണാബോധമാണ്, കൃഷ്ണന്റെ കഥകളാണ് പറയുന്നത്, എല്ലാ കാര്യം. പക്ഷെ അവരുടെ താല്പര്യം ബ്രഹ്മജ്യോതിയാണ്. അവരെ ഫോളോ ചെയ്ത് നമ്മൾ എവിടെ എത്തും? അവിടെ എത്തും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ സൂക്ഷിച്ചു വേണം ഓരോരുത്തരുടെയും കാര്യങ്ങൾ കേൾക്കാനായിട്ട്. അല്ലേ? സോ യു ഷുഡ് സെലക്റ്റീവ്, യു ഷുഡ് ബി സെലക്റ്റീവ്. അതുകൊണ്ടാണ് നമ്മുടെ ദീക്ഷാ ഗുരുവിനെ സെലക്ട് ചെയ്യണമെങ്കിൽ തന്നെ 2 കൊല്ലം നിങ്ങൾ അദ്ദേഹത്തിന് നന്നായിട്ട് പഠിക്കണമെന്ന് പറയും. പഠിച്ച് അദ്ദേഹം നേരെ വഴിയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കണം എന്ന നിയമം തന്നെ പറയുന്നുണ്ട്. ഇസ്കോണിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വിജയദശ എന്നാൽ അവർ അന്താളിച്ചു പോയി. ദൈവം നമ്മളെ മുൻപിൽ വെളിപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ സ്വന്തം പരിശ്രമത്താൽ ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയില്ല. അല്ലെ? വൈസ്തസ, വിജയസസ. എന്നാൽ ആശയക്കുഴപ്പത്തിലായത്, നമുക്ക് സൂര്യനെ കാണണമെങ്കിൽ ഈ സമയത്ത് മുഴുവൻ അല്ലെ, നമ്മൾ പകലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. അല്ലെ? നമുക്ക് എന്തെങ്കിലും മെഷീൻ വെച്ചിട്ട്, ഉപകരണം വെച്ചിട്ട് നമുക്ക്, അല്ലെ, നമുക്ക് സെർച്ച് ലൈറ്റ് അടിച്ച് സൂര്യനെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല, അത് സാധ്യമല്ല.
അതിനാൽ സൂര്യനെ പോലുള്ള ഒരു ഭൗതിക വസ്തുവിനെ പോലും നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നമുക്ക് രാത്രി കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം പരിശ്രമത്താൽ നമുക്ക് ദൈവത്തെ കാണണമെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എങ്ങനെ സാധ്യമാകും? പുലർച്ചെ 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് സൂര്യൻ വെളിപ്പെടുന്നത് പോലെ സൂര്യൻ, അല്ലെ, ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ മുൻപിൽ എപ്പോൾ വെളിപ്പെടുത്തും, അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നമുക്ക് കൃഷ്ണനെ കണ്ടെത്താനോ കൃഷ്ണനെ മനസ്സിലാക്കാനോ കഴിയും. അല്ലെ, അതാണ് ഈ പ്രക്രിയ. ഈ കൃഷ്ണാബോധം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വിളിച്ച 66-ാമത്തെ ശ്ലോകത്തിൽ, അല്ലെ, 18-ാം അധ്യായം 66-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അല്ലെ, എല്ലാത്തരം മതങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനിൽ കീഴടങ്ങുക. എല്ലാ പാപകരമായ പ്രതികരണങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെ, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. യേശാം സരതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. അല്ലെ, അത്രയും പ്രീതിപൂർവമായിട്ട് നമ്മൾ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൊണ്ടുതരും. നമുക്കുള്ളതെല്ലാം നിലനിർത്തി തരും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൊണ്ടു തരുകയും ചെയ്യും. ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഭഗവാനെ ഭജിക്കാനാണ്. അല്ലെ, ഭക്തിയോടെ എന്നെ ആരാധിക്കുകയും സ്നേഹത്തോടെ ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് എന്റെ അടുക്കൽ വരാൻ കഴിയുന്നു, അല്ലെ, എന്നുള്ള ധാരണ ഞാൻ നൽകും. വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി, അല്ലെ, ഈ വഴി സ്വീകരിച്ചവർ കൃഷ്ണന്റെ അതീന്ദ്രിയമായ സ്നേഹസേവനത്തിൽ ബുദ്ധിയോഗം ദദാമ്യുദ്ധം. പിന്നെ ഉള്ളിൽ നിന്ന്, ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് തിരിച്ചറിവിൽ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭൗതിക സങ്കല്പം കാരണം നമുക്ക് ഒരു തിരിച്ചറിവുമില്ല. അതിനാൽ ഭഗവാൻ അവിടെയുണ്ടെന്ന് മനസ്സിലാക്കുകയും സേവന മനോഭാവത്താൽ സ്വയം ശുദ്ധീകരിക്കുകയും വേണം. അപ്പോൾ ഭഗവാൻ വെളിപ്പെടുത്തും. അല്ലെ, നമുക്ക് എല്ലാം കാണാൻ പറ്റും. നമുക്ക് ആ ചക്ഷുഷുതൻ, അല്ലെ, ദിവ്യ ചക്ഷുഷുതൻ, അല്ലെ. ഇപ്പൊ ഇവിടെ മോഘകർമ്മണ മോഘ, അല്ലെ, രാക്ഷസിം അസുരിം ചൈവ പ്രകൃതിയും മോഹിനിയും സ്ഥിതി. രാക്ഷസി, അല്ലെ, എന്ന് പറഞ്ഞാൽ എന്താ? നിരീശ്വരവാദികളാണ്. രാക്ഷസി എന്ന് പറഞ്ഞാൽ നിരീശ്വര അല്ലെങ്കിൽ അസുരൻ, നിരീശ്വരവാദിയാണ്. അല്ലെ, രാക്ഷസനും അസുരനും. അവർ എപ്പോഴും ദൈവത്തിന് എതിരാണ്. അവരെ അസുരൻ എന്ന് വിളിക്കുന്നു. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അല്ലെ, സോ രാക്ഷസിയും അസുരിയും ചൈവ പ്രകൃതിയും. എന്തുകൊണ്ട്? അവർ ആ മോഹിനി പ്രകൃതി, അല്ലെ, ഈ ഭൂരാത്മക ഭൗതിക ഊർജത്താൽ അവർ അന്താളിക്കുന്നു. ഇതൊക്കെയാണ് ഈ ജീവിതം. അല്ലെ, നമ്മളെല്ലാരും കൂടുതൽ ആൾക്കാർ എന്താ പറയുന്നത്? ഈശ്വരൻ ഇല്ല എന്നാണ്. അതിനുവേണ്ടി അവർ ആ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. വെറുതെ കളയുവാണ്. അല്ലെ, പരമമായ സത്യത്തെ രാമ എന്ന് വിളിക്കുന്നു. കാരണം അതീന്ദ്രിയവാദികൾ ആത്മീയ അസ്തിത്വത്തിന്റെ പരിധിയില്ലാതെ അർത്ഥത്തിൽ ആനന്ദത്തിൽ ആനന്ദിക്കുന്നു. രമന്തേ യോഗിന അനന്തേ എന്നാണ് പറയുന്നത്. അല്ലെ, രമന്തേ യോഗിന അനന്തേ സത്യാനന്ദേ. അതാണ് യഥാർത്ഥ സന്തോഷം. അത് അവസാനിക്കുന്നില്ല. അല്ലെ, ഭൗതിക ലോകത്ത് നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തിൽ അവസാനിക്കാത്ത സന്തോഷമുണ്ട്. ഇത് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യും. കുറച്ച് മിനിറ്റുകൾക്ക്, കുറച്ച് മണിക്കൂറുകൾക്കോ കുറച്ച് സെക്കൻഡുകൾക്കോ വേണ്ടി അത് അവസാനിക്കുന്നു. എന്നാൽ യഥാർത്ഥ സന്തോഷത്തിന് അവസാനമില്ല. അതാണ് യഥാർത്ഥ സന്തോഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയി അതിൽ സന്തോഷം കണ്ടെത്താതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് അതീന്ദ്രിയമായി ഭഗവാന്റെ പുറകെ പോയി കഴിഞ്ഞാല് ഭഗവാന്റെ പുറകെ പോയി കഴിഞ്ഞാല്, ഭഗവാന്റെ കാര്യത്തിലേക്ക് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എപ്പോഴും ശാശ്വതമായിട്ടുള്ള സന്തോഷം കിട്ടും. നമുക്ക് അതല്ലേ വേണ്ടത്? അല്ലേ, ഇന്നിപ്പോ ഒരു ഇച്ചിരി സന്തോഷം കിട്ടി പെട്ടെന്ന് അതങ്ങോട്ട് മറിഞ്ഞു പോകുന്നതിനേക്കാളും, അല്ലെ, അത് അവസാനിക്കുന്നതിനേക്കാളും ശാശ്വതമായിട്ടുള്ള സന്തോഷം എന്താണോ അങ്ങോട്ട് നമ്മൾ പോയില്ലേ വേണ്ടത്. അപ്പൊ അതിനെന്താ വേണ്ടത്? വേറെ ഒന്നും വേണ്ട. ഭഗവാനിൽ കീഴടങ്ങണം. അല്ലെ, ഭഗവാനെ സ്നേഹിക്കും. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞത്. അല്ലെ, ചില സന്യാസിമാരെ കണ്ടിട്ടില്ലേ? അവര് എല്ലാം ത്യജിച്ചിട്ടും ചിലപ്പോൾ അവര് രക്ഷപ്പെടുന്നില്ല. കാര്യം എന്താണ്? അവരാ രീതിയിലേക്ക് എത്തിയിട്ടില്ല. അവർക്ക് അവരുടെ സർവധർമാൻ പരിത്യജ്യ ആയില്ല. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആദ്യം നിന്നൊക്കെ നമ്മൾ ലെസൺ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള തെറ്റുപാടുകളൊന്നും പറ്റാതെ നമ്മൾ നേർവഴിക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നത് പോലെ നമ്മൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. നമുക്ക് എവിടെ എത്താൻ പറ്റും? ഭഗവാന്റെ ധാമത്തിൽ എത്താൻ പറ്റും. അല്ലെ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഇത് മാത്രം മതി. പിന്നെ ഈ സത്സംഗം, അല്ലെ, നമ്മള്
പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കുക, 4 നിയമങ്ങൾ പാലിക്കുക, അല്ലെ? ഈ സത്സംഗത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ, നമുക്ക് അവിടെ പോയി വളരെ ബ്ലിസ് ആയിട്ട് സന്തോഷമായിട്ട് ഉള്ള കാലം സന്തോഷമായിട്ട് കഴിയാൻ പറ്റും, അല്ലെ? ഇവിടുത്തെ താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതിന്റെ പുറകെ പോവാതെ നമ്മള് ഭഗവാനിലേക്ക് എങ്ങനെ എത്താമെന്ന് മാത്രം ചിന്തിക്കുക. സദാ ഹരിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആനുകൂലേന കൃഷ്ണാനുശീലനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. പ്രതികൂലമായിട്ടുള്ളതൊക്കെ കളയുക, വർജിക്കുക, അല്ലെ? നമുക്കത് വേണ്ട. നമുക്കിനി കുറച്ച് തുച്ഛവും സമയം മാത്രമേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ തിരിച്ചെത്താം എന്ന് വേണം നമ്മൾ ഓരോ നിമിഷവും ചിന്തിക്കേണ്ടത്. സദാ ഹരിയായിട്ടിരിക്കുക, അല്ലെ? വേറെ ഒന്നും വേണ്ട. സദാ ഹരിയായിട്ടിരിക്കുക, ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക, അല്ലെ? യാരിതേക്കോ താരേക്കോ കൃഷ്ണ ഉപദേശ് പറയുക, അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹലോ, ഹായ്, ചോടോ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ പറയാം, അല്ലേ? ഹായ് പറയണ്ട, ഹലോ പറയണ്ട, അവര് കേൾക്കട്ടെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. ആർക്കും സംശയമില്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും കമന്റ്സ് പറയാലോ. അതെ, പൂജയുടെ ഇടയ്ക്കാണ് ഓടി വന്ന് നമുക്ക് സത്സംഗം തന്നത്. കുറച്ച് ലേറ്റ് ആയി പോയി പ്രഭു. പ്രഭു, കുഴപ്പമില്ല. ട്രെയിൻ ഇതാ പൂ ഇതാ ഞാൻ ഇതാ പോകുന്നെന്ന് പറഞ്ഞ് ഞാൻ പോകും. ഈ കനിഷ്ഠ ഭക്തൻ എന്ന് പറയുമ്പോഴേ വളരെ സന്തോഷം പ്രഭു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നേല് നന്നായിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഞാനൊരു ക്ലാസ്സിലാണ്. ഒരു 2 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഹരേ കൃഷ്ണ. ശശി പ്രഭു പറഞ്ഞോളൂ. സോറി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. പ്രഭു, കനിഷ്ഠ ഭക്തനെ കുറിച്ച് ഒന്ന് വിവരിക്കാവോ പ്രഭു? കനിഷ്ഠ ഭക്തൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ കൃഷ്ണാപൂരത്തിലേക്ക് വരുന്നവരെയാണ് കനിഷ്ഠ ഭക്തൻ എന്ന് പറയാം. അതായത് നമ്മളിപ്പോ ആദ്യമായിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് കയറി വരുന്ന ഒരാൾ, അല്ലെ? ഒന്നും അറിയത്തില്ല. നമ്മൾ അവരോട് എന്ത് പറയുന്നു? നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രം പറയുന്നു, അല്ലെ? ജപിക്കാൻ പറയുന്നു. അവർ ഹരികൃഷ്ണ മഹാമന്ത്രം ഒരു റൗണ്ട് ജപിക്കും, അല്ലെ? അവർ വരും, എല്ലാ ദിവസവും വരാനുള്ള താല്പര്യമുണ്ട്. ഇങ്ങനെയുള്ളവരെയാണ് കനിഷ്ഠ ഭക്തന്മാർ എന്ന് പറയുന്നത്. അവർക്ക് തെറ്റുകൾ പറ്റാം. പക്ഷെ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഉത്തമ ഭക്തന്മാരുടെ അല്ലെങ്കിൽ നടുക്ക് നിൽക്കുന്ന ആൾക്കാരുടെ ചുമതലയാണ്. അറിയുന്ന ആൾക്കാർ അത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് അവരെയാണ് കനിഷ്ഠ ഭക്തന്മാർ എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ഭക്തന്മാര് പ്രഭു, കനിഷ്ഠ ഭക്തന്മാര് കഴിഞ്ഞ അടുത്തത് മധ്യം, ഉത്തമം. ഹരേ കൃഷ്ണ. എല്ലാരും ഹാപ്പി ആയെന്ന് തോന്നുന്നു. ഭഗവാന്റെ കൃപയാല് പ്രഭുജിയെ കിട്ടി. ഇനിയും ഒരു തടസ്സം കൂടാതെ പ്രഭുജിയെ തുറന്നു തന്നെ കിട്ടണം. സോ അദ്ദേഹത്തിനോട് അതിരപൂർവ്വം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ.